കരാറുകാരുടെ സമരത്തെ തുടർന്ന് കാലിയായി സംസ്ഥാനത്തെ ഭൂരിഭാഗം റേഷൻ കടകളും. മെയ് മാസം പകുതി പിന്നിട്ടിട്ടും കരാറുകാർ റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിച്ചിട്ടില്ല. സമരം എന്ന് അവസാനിക്കുമെന്ന് ധാരണയാകാത്തതും ആശങ്ക സൃഷ്ടിക്കുന്നു. കോഴിക്കോട് പന്തിരങ്കാവിലുള്ള ഒരു റേഷൻ ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് അവസാനമായി സ്റ്റോക്ക് എത്തിയത്. പിന്നീട് മെയ് മാസം പകുതിയായിട്ടും ഇവിടേക്ക് സ്റ്റോക്ക് എത്തിയിട്ടില്ല. ഇത് ഈ റേഷൻ ഷോപ്പിലെ മാത്രം ഒരു അവസ്ഥയല്ല. കേരളത്തിലുടനീളം ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് റേഷൻ ഷോപ്പുകളൊക്കെ തന്നെ കടന്നു പോകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്റ്റോക്ക് എത്തിക്കുന്ന കരാറുകാർ നടത്തുന്ന സമരമാണ്. ഇതിൽ ഇനിയും പരിഹാരമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് അവസാനിക്കുന്നതോടെ ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമാണ്. നിലവിൽ ഇവിടെ ഈ മുൻഗണനാ പട്ടികയിൽ ഉള്ളവർക്ക് നൽകാനുള്ള അരി മാത്രമേ ഉള്ളൂ. ബാക്കി ഗോതമ്പ്, ആട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് ഇനി എപ്പോൾ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇനിയും ലഭിച്ചിട്ടില്ല. വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണല്ലേ കടന്നു പോകുന്നത്. അതെ, ഇപ്പം സാധനം കുറച്ച് BPL എന്ന് പറഞ്ഞ കാർഡിന് മാത്രമേ കുറച്ച് സാധനമുള്ളൂ. അതിൽ അവർക്ക് ഗോതമ്പില്ല, ആട്ടില്ല, പിന്നെ മണ്ണെണ്ണയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വേറെ ആർക്കും ഇല്ല. എല്ലാവരും 4 വിധം കാർഡുണ്ട്. അതിൽ ഒരു ഒറ്റ ഐറ്റംസിനേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ബാക്കിയുള്ള സ്റ്റോക്ക് അതിപ്പോൾ തന്നെ കഴിയും. ഇങ്ങനെ തീരെ കൊടുക്കാൻ മുഴുവൻ തയ്യില്ല. ഇത് എന്താണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായിട്ട് പറയുന്നത്? നിങ്ങൾ അന്വേഷിച്ചിരുന്നു അധികൃതരുമായിട്ട്? അത് പോയിട്ടപ്പം മറ്റേ കരാറുകാർക്ക് പൈസ കൊടുക്കിട്ട് വണ്ടിക്കാർക്കും കൊടുക്കണം. അതില്ലാത്തതിന് കൊണ്ടാണ്, പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് വണ്ടി വരാത്തത്. ഒരു ലോഡ് എടുക്കണില്ല. അതുകൊണ്ടാണ് നിലവിൽ ഇതെപ്പോൾ പരിഹരിക്കുന്ന പറയുന്നത്. പറഞ്ഞ് ഇന്നൊരു ചർച്ച ഒന്നും നടന്നിട്ടില്ല. ഈ ആളുകളൊക്കെ നിങ്ങളോട് ദേഷ്യപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടോ? ഇങ്ങനെ ഇവിടെ നിന്ന് സാധനം ചോദിക്കുമ്പോൾ കൊടുക്കാനില്ലാന്ന് പറയുമ്പോൾ എന്താണെന്ന് ഓൽക്കൊരു ഐഡിയയും കിട്ടൂല. അതുകൊണ്ട് നമ്മളെ പരിചാരി അങ്ങോട്ട് പോകും. കുറച്ച് നാളെ വരും, എത്ര വരും നമ്മൾ പറഞ്ഞു ചെയ്യും. അപ്പോൾ വന്ന് നോക്കുമ്പോൾ നിങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ച വരാൻ പറഞ്ഞു, എല്ലാ ആഴ്ച വരാൻ പറഞ്ഞെന്ന് ചോദിച്ചു വരുമ്പോഴോട് ഇങ്ങനെ കേൾക്കുക. ഈ സ്റ്റോക്ക് ഇല്ലാത്തൊരു ഘട്ടത്തിൽ നിങ്ങളുടെ ഉപജീവനത്തെ കൂടെ ഇത് ബാധിക്കില്ലേ? ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുണ്ടെങ്കിലുള്ളൂ ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യമാണ് ഈ റേഷൻ ഷോപ്പുകളിലൊക്കെ ഉള്ളത്. ഇവിടെയുള്ള ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ മുൻഗണനയ്ക്ക് നൽകാൻ ഉള്ള അരി മാത്രമേ ഉള്ളൂ. ഇതുകൂടി അവസാനിച്ചാൽ ഇവിടെ എല്ലാം അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ്. കോഴിക്കോട് ഭൂരിഭാഗം റേഷൻ ഷോപ്പുകളിലും ഇതേ അവസ്ഥയാണ്. കേരളത്തിലും സമാനമായ അവസ്ഥയാണ് എല്ലാ ഇടങ്ങളിലും കാണുന്നത്. ഈ വിഷയത്തിൽ എപ്പോഴാണ് ഒരു പരിഹാരം ഉണ്ടാവുക എന്ന കാര്യം അധികൃതർ ഇപ്പോഴും ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. മുൻപും സമാനമായ രീതിയിൽ പലപ്പോഴായി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ തവണ സമരങ്ങൾ പരിഹരിച്ചാലും വീണ്ടും ആ സമരം തുടങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഏതായാലും നിലവിൽ വല്ലാത്തൊരു ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ വിഷയത്തിൽ.